സുഹൃത്തുക്കളെ നമസ്കാരം. രാവിലെ ഒരു ന്യൂസ് കണ്ടിട്ട് ഞാൻ ഞെട്ടിയിരിക്കുകയാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികളുള്ള ഓരോ മാതാപിതാക്കൾക്കും അത് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഷോക്കായിട്ട് മാറും. എന്തായാലും ആ ന്യൂസ് ആദ്യം കേട്ട് നോക്ക്, എന്നിട്ട് നിങ്ങൾ പറ. തിരുവനന്തപുരം ബാലരാമപുരത്ത് വൻ ലഹരിവേട്ട എന്ന വാർത്ത വരുന്നു. 4000 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഒരു വീട്ടിൽ സൂക്ഷിച്ച ലഹരി വസ്തുക്കളാണ് പിടികൂടിയത്. ഭീമാപ്പള്ളി സ്വദേശി അമീൻ പിടിയിലായിരിക്കുന്നു. നെയ്യാറ്റിൻകര എക്സൈസ് സംഘമാണ് ഇവ പിടികൂടിയത്. സിമന്റ് ഒക്കെ ഈ നിർമ്മാണ സ്ഥലത്ത് അട്ടിവെക്കുന്നത് പോലെയാണ് 4000 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചു വെച്ചത്. ഇത് മനുഷ്യരുടെ കൺമുന്നിൽ കൂടിയാണ് ഇതാ കൊണ്ടുപോകുന്നുണ്ടോ. ഇത് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ലഹരി ഉൽപ്പന്നങ്ങളെയാണ്. അപ്പോൾ ബാലരാമപുരത്താണ് ഈ സംഭവം നടക്കുന്നത് കേട്ടോ. സ്കൂൾ തുറക്കുന്ന ഈ സമയത്ത് നമ്മൾ ജാഗരൂകരായിട്ട് ഇരിക്കേണ്ടതാണ്. കാരണം കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ആരായാലും ചെറിയ കുട്ടികൾ തൊട്ട് വലിയ കുട്ടികൾ തന്നെ നമ്മൾ ബാഗൊക്കെ ഒന്ന് ചെക്കണം. കുട്ടികളെ ഒന്ന് ഒരു 5 മിനിറ്റ് നമ്മൾ കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കണം. അവരുടെ കാര്യങ്ങളും അവരുടെ ഡ്രസ്സിലായാലും അതുപോലെ ബാഗിലായാലും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. അത് നമുക്ക് തന്നെ നല്ലതാണ്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഈ ബാലരാമപുരത്ത് ഈ സാധനങ്ങൾ ഉണ്ടാവും നമ്മൾ കരുതിയോ? പല സ്ഥലങ്ങളും പിടിക്കുന്ന കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഷോക്കായത് ബാലരാമപുരത്ത് ഇത്രയും ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങൾ വന്നു, എങ്ങനെ ഇവിടെ വരെ എത്തി? അപ്പോൾ ആരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ സാധനങ്ങൾ ഇവിടെ എത്തിയത്? അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പുതിയൊരു ഓപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇത്രയും ക്വാണ്ടിറ്റിയിലൊക്കെ പിടിക്കുന്നു ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. ഇതിനു മുമ്പ് പാപ്പനംകോട് വെച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവരൊക്കെ ഈ പെട്ടെന്ന് പൈസക്കാരാകാൻ നോക്കുന്നതാണ്. പക്ഷേ ഇത് ആരുടെയും ഭാവി തലമുറകളെ തകർത്തുകൊണ്ടാകരുത് നിങ്ങൾ പൈസക്കാരാകുന്നത്. അപ്പോൾ ഈ പിടിച്ചതെല്ലാം പുകയില ഉൽപ്പന്നങ്ങളാണ്. ഇത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ്. നമ്മുടെ കേരളത്തിൽ സെയിൽ ചെയ്യാനോ ഒന്നും പാടില്ല, അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെ വിൽക്കുന്നത്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഒരിടത്ത് സൂക്ഷിക്കുക എന്ന് പറയുമ്പം അത്രയും ഇത് സപ്ലൈ ചെയ്യാൻ അവർക്ക് കഴിയും. ആ ഒരു രീതിയിലാണ് അവർ ഇവിടെ സാധനം സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ഈ പറയുന്ന നമ്മളതിനെ കണ്ടറിയുന്ന എവിടെയായാലും ഈ സാധനങ്ങൾ വിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എക്സൈസിനെ അറിയിക്കുക. കാരണം നമ്മുടെ നാടിൻ്റെ സംരക്ഷണം, നമ്മുടെ കുട്ടികളുടെ സംരക്ഷണവും ഒരുപോലെയാണ്. നമ്മുടെ നാടും അതുപോലെ തന്നെ കുട്ടികളും നന്നായി മാത്രമേ നമുക്ക് നല്ലൊരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഓരോ മാതാപിതാക്കളും ഇത് ജാഗരൂകരായിട്ടിരിക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഈ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് നിന്ന് ക്യാൻസർ പേഷ്യൻ്റ് എത്രമാത്രം ഉണ്ടെന്ന്. അപ്പോൾ ചെറിയ നാൾ മുതൽ ഈ ലഹരിക്ക് അടിമയായി കഴിഞ്ഞാൽ ക്യാൻസറിലോട്ടൊക്കെ എത്തിപ്പെടാൻ അധികം ടൈമൊന്നും വേണ്ട. ഇപ്പോൾ ഒരു കാരണമില്ലാതെ തന്നെ ക്യാൻസർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കുട്ടികളിൽ ഇങ്ങനെ ഈ പറയുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ചാൻസ് കൂടുതലാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു സംഭവം കണ്ടുപിടിച്ചതിൽ വളരെ നന്ദിയുണ്ട്. അപ്പം ഈ പറയുന്ന ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും ബാഡ് കമൻറ്റുമായിട്ട് വരുന്ന ആൾക്കാർ കാണും. ചിലപ്പോൾ അവരിത് ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കും അവരിങ്ങനെ ബാഡ് കമൻറ്റുമായിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് മക്കളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മക്കളില്ലാത്തവരാണെങ്കിൽ സഹോദരിക്കോ സഹോദരനോ മക്കൾ കാണും. അപ്പോൾ അവർക്കൊക്കെ ഇത് ഉപയോഗിക്കേണ്ടി വരും ഈ ഒരു അവസ്ഥയിൽ ഇത്രയും ക്വാണ്ടിറ്റിയിലൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ മക്കളോട് അതിനായിട്ട് അടിമപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊന്നും സപ്പോർട്ട് ചെയ്യാതിരിക്കുക. എവിടെയായാലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. അതുകൊണ്ട് പുതിയ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയും.